നമ്മൾ മറക്കാതിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും സംസാരിക്കേണ്ട ഒരു കാര്യം ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. കാരണം ലോകം മൊത്തം, സ്പെഷ്യലി ഇവിടെ ഞാൻ പറയണില്ല, ഞാൻ പുറത്തേക്കുള്ള പല രാജ്യങ്ങളിലും ബ്രസ്റ്റ് ഫീഡിങ്ങിനെ അത്ര നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണില്ല. അതിന് പകരം ഫോർമുലാസ് മതി. അതിൻ്റെ പ്രധാന കാരണങ്ങൾ കുഞ്ഞിൻ്റെ പല്ലിനത് കേടാവും, ജോസിനെ അത് ഡാമേജ് ചെയ്യും എന്നൊക്കെ ഉള്ള സ്റ്റഡീസ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പല ഡോക്ടേഴ്സും ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ ഇവിടെ കാലാകാലങ്ങളായി ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയുകയും ചെയ്യുന്നുണ്ട്. സോ വൈ ദ സ്റ്റാർക്ക് കോൺട്രാസ്റ്റ്? ഒരേ കാര്യത്തിന് എങ്ങനെയാണ് ഈ ഒരു സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് വരുന്നത് ലോകത്തിന്റെ രണ്ട് ഭാഗങ്ങളിൽ? അതായത് നമ്മുടെ ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഫോർമുല ഈസ് ബെറ്റർ ദാൻ മിൽക്ക്. അതായത് ബ്രസ്റ്റ് മിൽക്കിനെക്കാട്ടി നല്ലതാണ് ഫോർമുല എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു ഡിവൈനായിട്ടുള്ള സാധനമാണ് നമ്മളുടെ ഈ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത്. അത് നമ്മുടെ നാച്ചുറലി ഏത് ജീവജാലം ആയിക്കോട്ടെ, അവൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന് നിലനിൽപ്പിന് ആവശ്യമുള്ള, അതിന് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള, അതിൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്ന ഒരു സാധനമാണ് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക്. അപ്പം കൊളസ്ട്രോൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് മിൽക്കിനെ കൊളസ്ട്രോൾ എന്ന് പറയും, അതിനകത്താണ് കുഞ്ഞിന് ആവശ്യമുള്ള ആൻറ്റിബോഡീസ് കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ബ്രസ്റ്റ് മിൽക്കിനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. കമ്പനീസിന് ഗുണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോർമുലയ്ക്ക് നല്ലതാണെന്ന് പറയണം. നമ്മളിപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഗുണത്തിനെ കുറിച്ച് പറയാം. കുഞ്ഞുങ്ങൾ ഓരോ തവണ ബ്രസ്റ്റ് മിൽക്ക് സക്ക് ചെയ്തെടുക്കുന്ന സമയത്തും വായിലെ പ്രഷർ ചേഞ്ച് കാരണം നമ്മളുടെ മസിൽസ്, ബോൺ, നമ്മുടെ ഇത്രയും ഭാഗത്തെ ടിഷ്യൂസിന് ഗ്രോത്ത് പ്രോപ്പറായിട്ട് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, കുറേ കുഞ്ഞുങ്ങൾ മൗത്ത് ബ്രീത്തർ ഉണ്ട്. മൗത്ത് ബ്രീത്തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിലൂടെയാണ് നമ്മൾ ബേസിക്കലി ശ്വസിക്കേണ്ടത്. പക്ഷേ കുറേ ആൾക്കാർക്ക്, എൻ്റെ ക്ലിനിക്കിൽ തന്നെ വരുന്ന ഒരുപാട് പേർക്ക് മൂക്കടപ്പ്, മൂക്കിൽ ഡീവിയേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കും കൂർക്കം വലിയ, വായ തുറന്ന് വെച്ച് ഉറങ്ങുക, പല്ലുകൾ അകാരണമായിട്ട് കേടാവും, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ ബേസിക്കൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവരുടെ മൂക്കിലൂടെയുള്ള ശ്വസനം മര്യാദയ്ക്ക് നടക്കുന്നില്ല. മൂക്കിലൂടെയുള്ള ശ്വസനം മര്യാദയ്ക്ക് നടക്കണമെങ്കിൽ നമ്മുടെ പ്രീ മാക്സില എന്ന് പറയുന്ന ആ ഒരു ബോണിൻ്റെ ഫോർമേഷൻ സ്റ്റേജിൽ തന്നെ പ്രോപ്പറായിട്ട് ഗ്രോത്ത് ഉണ്ടാവണം. ഒരുപാട് പേർക്ക് വിസ്ഡം ടീത്ത് കാരണം പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട് വിസ്ഡം ടൂത്ത് കാരണം പ്രശ്നം ഉണ്ടാകുന്നു? പണ്ട് നമ്മുടെ ഈ കാട്ടിലൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് 32 ടീത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ വായിൽ വരുന്നുണ്ടായിരുന്നു. നമുക്ക് ഇപ്പം മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ജോ സെറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 32 ടൂത്തും വെൽ അലൈൻഡ് ആയിട്ടിരിക്കുന്ന പല്ലുകൾ കാണാം. അന്നത്തെ പല്ലുകളിനകത്ത് കേടുവരെ നമുക്ക് കുറവായിരുന്നു. നമുക്ക് ഏത് ബോൺ എടുത്ത് നോക്കിയാലും അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ പല്ലുകളും ഇരിക്കുന്ന കാണാം. അന്നത്തെ ആൾക്കാർ ബ്രഷ് ചെയ്തിരുന്നില്ല, അന്നത്തെ ആൾക്കാർ ഓയിൽ പുള്ളിങ് ചെയ്തിരുന്നില്ല, അന്നത്തെ ആൾക്കാർ ഫ്ലോസിങ് ചെയ്തിരുന്നില്ല, അന്നത്തെ ആൾക്കാർക്ക് ഡെന്റിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നത്തെ പല്ലുകളുടെ കേട് കുറവായിരുന്നു.